ഓക്കെ, 33 ആണ്. വായിക്കാം. ഫോർ എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി യു ആർ റിക്വയർഡ് ടു, നമ്മുടെ അടുത്ത് എന്ത് പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞറിയോ? ഫിക്സഡ് ബഡ്ജറ്റും പിന്നെ ഏതാ ഫ്ലെക്സിബിൾ ബഡ്ജറ്റും. ഈ ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഇതിൽ സത്യത്തിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഫിക്സഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു കൺഫ്യൂഷൻ വരുത്തലാണ്. അപ്പോൾ ഈ ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, വളരെ സിമ്പിളായിട്ട്. നമുക്ക് 100% ഇത് ഫിക്സഡ്. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ 70, പിന്നെ 110. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ഇത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ കോളംസ് എങ്ങനെ? പർട്ടിക്കുലർ, പിന്നെ ഏതാണ് 70, 100, 110, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഇതേ സിമിലർ പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കണ്ട? ഓക്കെ, അടിയിൽ പറയുന്നു പ്രിപ്പയർ ഓവർ ഹെഡ് ബഡ്ജറ്റ് ബ്രേക്കപ്പ് ഓഫ് ഈച്ച് 70, 110, കമ്പയർ ബഡ്ജറ്റ് ഓവർ റേറ്റ് കമന്റ് ഉണ്ടല്ലേ. മറ്റൊരു സാധനം എന്തായാലും നമുക്ക് ഹോംവർക്ക് ആക്കി വരികയും ഇത് നമ്മൾ ചെയ്യും, തെറ്റിത്തരും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത പോയിന്റ് എന്താ കാണാൻ പറഞ്ഞുള്ളത്? അപ്പോൾ ആദ്യം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അവസാനിപ്പിക്കും. പിന്നെന്താ പറഞ്ഞു? ഡിപ്പാർട്ട്മെൻ്റൽ ഓവർ ഹെഡ് റേറ്റ് ഓഫ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ ഓഫ് എ ആൻഡ് ബി. എ ആൻഡ് ബി പറയുമ്പോൾ 70%, 100%, 110% നമ്മൾ കണ്ട ഓവർ ഹെഡുകളില്ലേ, ടോട്ടൽ അബ്സോർബ് ചെയ്തിട്ടുള്ള, അപ്പോർഷൻ ചെയ്തിട്ടുള്ള ആ ഓവർ ഹെഡിനെ നമ്മൾ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എന്തടിച്ചാൽ മതി? ബേസ്. ഓക്കെ അല്ലേ? ഏതാ ബേസ് എടുക്കുക? ഹവറാണ്. അപ്പോൾ ഏത് ഹവറുള്ള മെഷീൻ ഹവറോ അല്ലെങ്കിൽ ലേബർ ഹവറോ എന്തോട് തന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ അല്ലേ? അല്ല, ഇത് ഓൾറെഡി മുകളിൽ തന്ന 5000 ഹവേഴ്സോട് തന്നിട്ടുണ്ട്. കണ്ടാ? ഈ ഹവർ തന്നെ, ഹവറൊക്കെ ഇത് മുകളിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതാ അതിലിത് കണ്ടില്ല നിങ്ങൾ? ഇത് ബഡ്ജറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് 5000. ബഡ്ജറ്റഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജാണ്? 100%. 100%ൻ്റെ ഹവറാണ് 5000. അങ്ങനെയാണെങ്കിൽ 70% ഹവർ എത്രയായിരിക്കും? 5000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 70 അല്ലെങ്കിൽ ഇൻറ്റു 70% അടിച്ചാൽ 3500. ഓക്കെ, 110 എത്ര ആയിരിക്കും? 5500. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ 3500-നും 5000-നും 5500-നും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ യൂണിറ്റ് അല്ല എന്താ ഉള്ളത്? ഹവറാണ്. കുഴപ്പമില്ലല്ലോ. യൂണിറ്റ് എന്നതിന് പകരം എന്ത് ചെയ്ത് കപ്പാസിറ്റി എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ല, ഇനി പഠിക്കും. തിയറിയിൽ കപ്പാസിറ്റീനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നല്ലേ. കപ്പാസിറ്റി എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം? യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം, ഹവറിൽ എക്സ്പ്രസ് ചെയ്യാം, വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാം. മനസ്സിലായ? ഇപ്പോൾ ഇവിടുത്തെ കുട്ടികളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഹവറില അല്ല, ഇതില യൂണിറ്റ്. ഇവിടുത്തെ കപ്പാസിറ്റി, ഒരു ക്ലാസ് റൂമിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? അങ്ങനല്ലേ? ചിലപ്പോൾ ചില മിഷീൻ്റെ കപ്പാസിറ്റി എങ്ങനെ ആയിരിക്കും? ഹവറിലായിരിക്കും. ഇവിടുത്തെ ഏതിലാണ്? ഹവറിലടുത്തുള്ള നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആശങ്കപ്പെടേണ്ട. ഓക്കെ അല്ലേ? ഇനി അടിയിൽ ഒരൈറ്റം ഉണ്ട്, ഇൻഡയറക്റ്റ് വേജ് ഉണ്ട്. എത്ര ഉള്ളത്? 0.40. ഒന്നും നോക്കണ്ട, ഓരോ ഹവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ആദ്യം 3500 ഇൻറ്റു എത്ര അടിക്കും? 0.40. പിന്നെ അടുത്ത പറഞ്ഞാൽ മതി മക്കളെ, അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കാണണ്ട, പറഞ്ഞാൽ മതി. അടുത്ത ഏതാണ്? 0.40 ഇൻറ്റു 5000, 0.40 ഇൻറ്റു 5, 500. സിമ്പിൾ. രണ്ടാമത് പറയുന്നത് റിപ്പയർ ആണ്. പക്ഷേ ഈ റിപ്പയർ ഒക്കെ പറയുമ്പോൾ അപ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ നമ്പർ ചെയ്യട്ടാ, ഇങ്ങനെ കുറേ സാധനം ഉള്ളതുകൊണ്ട് ഗ്യാപ്പ് വരുമ്പോൾ. ഏതാണ്? റിപ്പയറാണ്. റിപ്പയറിനെ കുറിച്ച് എന്താ പറയുന്നത് മക്കളെ? അപ് ടു 2000 ഹവർ വരെ എത്ര വരും? 100. ഓക്കെ അല്ലേ? ഈ 100 ഉദ്ദേശിച്ചത് പെർ ഹവർ എന്നർത്ഥത്തിൽ. ഓക്കെ അല്ലേ? 2000 ഹവർ വരെ എത്ര രൂപ വരും? 100 വരും. പിന്നെ അതിന് മുകളിൽ വരുന്ന ഓരോ ഹവറിനും എത്രയാണ്? അത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ റിപ്പയറുമായി ബന്ധപ്പെട്ടതാണ്. ഇതുണ്ട്, ഇതുവരെ റിപ്പയറുമായി ബന്ധപ്പെട്ടതാണ്. കണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? 35 വരും. അത്രേ 2000 ആയി. 2000 ഹവറിന്ന് എങ്ങോട്ട് പോയി? ഫോർ ഈച്ച് അഡീഷൻ 500 ഹവർ അപ് ടു എത്ര വരെ? 4000 വരെ എത്ര വെച്ച്? 35 വെച്ച് പോകും. കാണിച്ചു തരാം. ഇവിടുത്തെ നമുക്ക് വരയ്ക്കാം. 2000 വരെ എത്രയാണ്? 100.
ഇനി 2500 കൂടിയ 2500 അപ്പോൾ എത്ര കൂടും? 35. പിന്നെ 2500 വീണ്ടും 500 കൂടി എത്ര ആവും? 3000. അപ്പോഴും എത്ര കൂടും? 35. പിന്നെ 3000 ഉള്ളത് 3500 ആവും. അപ്പോൾ എത്ര കൂടും? 35. പിന്നെ 3500 ഉള്ളത് എത്ര ആവും? 4000 ആവും. 4000 ആയാലും എത്ര? 35. അങ്ങനെയാണ് ഈ റേഞ്ച് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? മനസ്സിലായില്ലേ? 500 ഇങ്ങനെ കൂടുന്നതിന്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് 4 തവണ എന്തുണ്ടാവും? 500 ഇങ്ങനെ പോകും. ഇനി 4000-ന് മുകളിൽ വരുമ്പോൾ 4000 × 5000. ഓക്കെ അല്ലേ? 4000 ടു ഏതാണ്? 5000. എത്ര റുപ്യ കൂടുക? 60 റുപ്യ അല്ലേ? ഇനി അടുത്ത ഏതാണ്? എബോ 5000 ആകുമ്പോൾ എത്ര കൂടും? 700 റുപ്യ. ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ? കിടിലൻ സാധനം, കോമൺ സെൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ എങ്ങനെ കാണാം? അത് ഞാൻ വേറെ വർക്കിംഗ് ആയിട്ട് ചെയ്താൽ പോരെ അല്ലേ? നല്ല വർക്കിംഗ് ഉണ്ടായിക്കോട്ടെ, കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ രണ്ടാമത്തെ. മൂന്നാമത്തെ ഏതാണ്? റെൻ്റാണ് ആൻഡ് റേറ്റ്സ്. ഒന്നും പറയാനില്ല. എത്ര? 350 ആണ് പറഞ്ഞത്. വേറെ ഒന്നും പറയാനില്ല. ടോട്ടൽ എമൗണ്ട് പെർ അവർ അല്ല. റെൻ്റൽ റേറ്റ് ഒക്കെ എന്തായിരിക്കും? ടോട്ടൽ എമൗണ്ട് ആയിരിക്കും. ഒന്നുമില്ല. പെർ അവർ വെച്ച് റെൻ്റൽ റേറ്റ് പറയുമോ? ഇല്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത് എല്ലാത്തിലും 350 ആയിരിക്കും. നോട്ട് ചെയ്താൽ അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. എല്ലാത്തിലും എന്തായിരിക്കും? ഓക്കെ. അടുത്തത് നാലാമത്തെ ഐറ്റം വരുന്നത് എന്താണ്? പവറാണ്. പവർ അപ് ടു 3600 ഹവർ വരെ എത്രയാണ്? 0.25. പിന്നെ ഫോർ ഹവർ ഹവർ എബോവ് 3600 എത്ര വരും? 0.20. കൂടുതൽ പവർ കൺസ്യൂം എന്ത് ചെയ്യും? ഒരു മണിക്കൂറുള്ള പൈസ എന്ത് ചെയ്യും? കുറയും. സ്വാഭാവികമല്ലേ? നമ്മൾ കൂടുതൽ യാത്ര ട്രെയിനിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പെർ കിലോമീറ്ററുള്ള പൈസ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതേ കോൺസെപ്റ്റാണ്. അപ്പോൾ അത് നോക്കണം. സിമ്പിളാണ്, ഒരു ചെറിയതുള്ളൂ. അഞ്ചാമത്തെ കൺസ്യൂമബിൾ സപ്ലൈസ്. ഇവിടെയും ടിസ്റ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് കൺസ്യൂമബിൾ സപ്ലൈ അല്ലേ? അല്ല അതവിടെ കഴിഞ്ഞു. കൺസ്യൂമർ സപ്ലൈ എത്ര ഉള്ളൂ കേട്ടോ? ഇതുള്ളൂ 0.24. പെർ ഏതായിരിക്കും? ഹവറായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എത്രയാണ്? 24 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോയാൽ മതി. അപ്പോൾ ഫസ്റ്റത്തേൽ എത്ര വരിക? 0.24 ആണെങ്കിൽ കൺസ്യൂമർ സപ്ലൈ 3500 0.24 840. ഞാൻ അടുത്ത എങ്ങനെ? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞാൽ മതി, സംഗതി മനസ്സിലാവും. പിന്നെ അടുത്ത എത്ര? 5000 × 0.24 അങ്ങനെ പോകും. ഇനി ആറാമത്തെ ഏതാണ്? സൂപ്പർവിഷൻ. അതാണ് അടിയിലുള്ളത്. ഇതുവരെ കേട്ടോ. സൂപ്പർവിഷന് കൊടുക്കുന്ന എത്രയാണ്? അപ് ടു 2500 വരെ എത്ര റുപ്യാണ്? 400 റുപ്യ. ഓക്കെ അല്ലേ? പിന്നെ എങ്ങനെയാണ്? അഡീഷണൽ ഫോർ എക്സ്ട്രാ 600 മണിക്കൂർ കൂടുമ്പോൾ ഫോർ അഡീഷൻ ഫോർ എക്സ്ട്രാ 100 റുപ്യ. ആൻഡ് എബോ 2500 അപ് ടു എത്രയാണ്? 4200. എത്രയാണ്? അവിടെ എന്തൊക്കെ ക്വസ്റ്റ്യനിൽ മിസ്സിങ് ഉണ്ടോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ മിസ്സിങ് ഉണ്ട്. ഇല്ലല്ലോ. അഡീഷൻ ഫോർ എക്സ്ട്രാ 600 ഹവർ എബോ 2500 അപ് ടു ഓക്കെ അത്ര. യെസ് കുഴപ്പമില്ല. തന്നെ അഡീഷൻ ഫോർ എക്സ്ട്രാ 600 അവർ. 600 അവറിന് 2500 വരെ ഏതാണ്? സൂപ്പർവിഷൻ 400 ആണ്. ഇനി 2500-ൻ്റെ ഇടയിൽ 4900 വരെ. അപ്പം ഞാൻ അങ്ങനെ എഴുതി തരട്ടെ നമുക്ക്. കറക്റ്റ് 2500 വരെ എത്രയാണ്? 400 ആണ്. പിന്നെ 2500 പ്ലസ് 600 കൂടി എത്രയായി? 3100 ആയി അല്ലടാ? അതിന് എത്ര റുപ്യ കൂടും? 100. വീണ്ടും 3100-ൻ്റെ കൂടെ എത്ര കൂടണം? 600 കൂടിയ 3700 ആയി. അപ്പോഴും എത്ര കൂടും? 100 കൂടും. പിന്നെ 3700-ൻ്റെ കൂടെ വീണ്ടും എത്രയാണ്? 600 കൂടി കഴിഞ്ഞാൽ എത്ര ആവും? 4300 ആവും. അപ്പോഴും എത്ര കൂടും? 100 കൂടും. പിന്നെ 4300-ൻ്റെ കൂടെ വീണ്ടും 600 വന്നാൽ 4900 ആവും. അപ്പോൾ എത്ര കൂടും? 100. നേരത്തെ നമ്മൾ ചെയ്ത പോലെ 4 തവണ ഇങ്ങനെ 100 കൂടും. അതാണ് ഈ റേഞ്ച് പറഞ്ഞ് 2500 മുതൽ ഏതുവരെ? 2500 മുതൽ ഇതാ ഇത്ര വരും 4900 വരെ. അപ് ടു ഏതുവരെ? 2500 വരെ എത്ര? 400. പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ 600 കൂടുമ്പോഴും എത്ര വെച്ച് കൂടും? 100 വെച്ച് കൂടും. പിന്നെ ഇല്ല ഉണ്ട്. ലാസ്റ്റ് ഏതാണ്?
എബോ എത്രയാണ്? 4900-നാണെങ്കിൽ പിന്നെ എത്രയായി? 650. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 650 എബോ 6900 പറഞ്ഞാൽ എബോ 4900 എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ 150 ഇതാണല്ലേ, 150 ആണ്, സോറി. പിന്നെ അടുത്ത ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ബേസ് മുതൽ നോക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇങ്ങനെയല്ല കണക്കാക്കുന്നത്. അപ്പോൾ 3500 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 4000 എന്ന് പറയുമ്പോൾ ഏതാ റേഞ്ച് വരാ? 4 ഇവിടെ 5 ഏതാ റേഞ്ച് വരാ? 4900. അപ്പോൾ 650 മാത്രം 150 മാത്രം എടുക്കണോ? അല്ല, അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ വരും. ഓക്കെ, കാണിച്ചുതരാം. ഇതിനടുത്ത് ഏതാണ്? ഡിപ്രീസിയേഷനാണ് 7ാമത്തെ. അപ് ടു 5000 വരെ എന്താണ്? 650. പിന്നെ 5000 മുതൽ 6500 ഇടയിലാണെങ്കിൽ എത്ര? 820. അറിയാലോ, അതൊരു ഫിക്സഡ് കോസ്റ്റ് നാച്ചറാണ്. ക്ലീനിങ് അപ് ടു 4000 വരെ 60 റുപ്യ, 4000-ൻ്റെ മുകളിലാണെങ്കിൽ 80 വരും. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് പറയുന്നത് ഏതാ? ഹീറ്റ് ആൻഡ് ഫോം. 2007-8 ക്ലീനിങ്. 9 ഹീറ്റ് ആൻഡ് ഹീറ്റ് ആൻഡ് ലൈറ്റിങ്. ഇതൊരു സാധനമാണ്, ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ് എന്നാണ് ഒരെണ്ണത്തിൻ്റെ പേരിട്ട. ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ് ആണ് 9ാമത്തെ ലാസ്റ്റ്. അതിൽ 2100 മുതൽ 3500 വരെ എത്രയാണ്? 120 പിന്നെ 3500 മുതൽ 5000, 5000-ൻ്റെ അപ്പോൾ അങ്ങനെ 3 സ്ലാബായിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്. ലൈറ്റിംഗ് അടുത്ത പേജിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ് എന്നാണ് എന്ത് പേര്. ഇതാണ് സ്ലാബ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ തന്നെയാണ്. കുറച്ച് കോമൺ സെൻസ് വെച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്യണം കേട്ടോ. കുറേ ഉണ്ടല്ലോ എന്ത് കോമൺ സെൻസ്. സത്യം. DP 33, ഓവർഹെഡിൽ DP 33. ഓക്കെ, എന്താ കാണാൻ പറഞ്ഞത്? ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അല്ലേ? നമ്പർ 1ഉം 2ഉം കൂടെ ഒരുമിച്ചുണ്ട് ചാമ്പാണ്. ഏതാണ്? ഫിക്സഡ് ആൻഡ് ഏതാ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അപ്പോൾ എത്ര കോളം വേണം? 4. എത്രയൊക്കെ പെർസെൻറ്റേജിലാണ് വരുന്നത്? ആദ്യം 70%. അപ്പം 3500 ഹവർ അല്ലേ? മറ്റടുത്ത് 100%. അപ്പം എത്ര വരും? 5000 ഹവേഴ്സ്. പിന്നെ 500 ഹവേഴ്സ്. ഒരൈറ്റം എടുക്കും. നമ്പർ ചെയ്തിട്ടൊക്കെ ഉണ്ടോ അവിടെ? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ നമ്പറിങ്? നമ്പർ 1 ഫസ്റ്റ് ഏതാ? ഇൻഡയറക്റ്റ് വേജ്. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റർ എടുത്ത് പറയണല്ലേ, പറ്റില്ല. എത്രയാണ് പറയുന്നത്? 0.40 പെർ ഹവർ. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 3500 ഇൻറ്റു എത്രയാണ്? 0.40. എത്ര വരും? 1400. അങ്ങനെ 5000 ഇൻറ്റു എത്ര വരും? 2000. 2200. ഓക്കെ അല്ലേ? 2ാമത്തെ ഓവർ ഹെഡ് ഏതാ? റിപ്പയർ. ഓക്കെ അല്ലേ? റിപ്പയർസ് എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ വായിക്കാം. അപ് ടു 2000 അവർ വരെ എത്ര വരും? 100. ഞാൻ ഇതിൻ്റെ വർക്കിങ്സ് ഇതിൽ തന്നെ എഴുതട്ടെ, മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വർക്കിംഗ് നോട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഓക്കെ അല്ലേ? അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ പോട്ടെ. നമ്മൾ ചെയ്യുമ്പോൾ വേറെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, വർക്കിംഗ് നോട്ട് അല്ലെങ്കിൽ നോട്ട്. അപ് ടു ഏത് വരെ? 2000 ഹവേഴ്സ് വരെ. എത്ര റുപ്യ വരും?
100. ഓക്കെ അല്ലേ? ഇവിടെ 3500 ഉണ്ട് കേട്ടോ ഹവർ. ഇനി അടുത്ത ഏതാ പറഞ്ഞത്? ഫോർ ഈച്ച് 500 4000 വരെ. അപ്പോൾ 4000-ൻ്റെ ഉള്ളിൽ ഇത് വരുള്ളൂ അല്ലേ? ഇനി എത്ര കൂടും? 2000-ൽ നിന്നും 3500-ലേക്ക് വരാൻ ആദ്യം ഒരു 500 അല്ലേ? ഒരു 500 കൂടി. അപ്പോൾ എത്ര രൂപ കൂടും? 35. വീണ്ടും എത്ര കൂടും? ഒരു 500 കൂടും. അപ്പോൾ എത്രയായി? 35. വീണ്ടും ഒരു 500 കൂടും. അപ്പോൾ എത്രയായി? 35. ഓക്കെ അല്ലേ? ഇനി കൂടുമോ? ആയി. കറക്റ്റ്. കൂടുതലോ? 2500, 3000, 3500 ആയി. ഓക്കെ, ടോട്ടൽ എത്ര വരും? 205. ഓക്കെ അല്ലേ? ഈ എമൗണ്ട് തന്നത് എവിടെയാ? ഇതിൽ ക്വസ്റ്റ്യൻ എടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 കോളുണ്ട് അല്ലേ? എമൗണ്ട് തരുന്നതിന് 2 കോളല്ലേ? ഒന്ന് ഏതാ? റുപ്പീസ്. പിന്നെ അടുത്ത ഏതാണ്? പെർ ഹവർ. അപ്പോൾ പെർ ഹവർ വരുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ഹവർ കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് എക്സാക്റ്റ് എന്താണ്? എമൗണ്ടാണ്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ല നേരത്തെ, ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇനി ഇതൊന്നും ചെയ്യാറില്ല. എത്ര എമൗണ്ട് കിട്ടി? 205 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ആയപ്പോൾ എത്ര ഹവേഴ്സ് ആയിട്ടുണ്ട്? 3500 ആയിട്ടില്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടൊക്കെ ഈ 205 വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, കാരണം ഇവിടൊക്കെ 3500 അവർ ഉണ്ടല്ലോ. ഇനി അടുത്ത് കഴിഞ്ഞ ലീവ് വർക്കിനോട്ട് കണ്ടിന്യൂ ചെയ്യണം. 5000 അവർ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എത്ര കൂടും? 500 കൂടും. അപ്പം എത്ര ആവും? 4000. അപ്പം എത്ര ഇവിടെ കൂടും? 35. ഇവിടെ എത്ര കൂടും? 35. കുഴപ്പമില്ലല്ലോ. ഇനി 4000-ൻ്റെ മുകളിലാണെങ്കിൽ റേഞ്ച് മാറുന്നുണ്ട്. വായിക്കും. 4000 അപ് ടു 4000. 4000 ടു 5000 വരെ എത്ര? 60 ഉറുപ്പിച്ച് കൂടുന്നു. അത് ഡയറക്റ്റ് ഒരു കൂട്ടല. ഓക്കെ അല്ലേ? അപ്പം എത്ര കൂടുക? 4000 ടു 5000 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എത്ര കൂടും? 1000 കൂടും അല്ലേ? അപ്പോൾ ഇവിടെ 60, ഇവിടെ എന്ത് വരും? 60 വരും. ലാസ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഇനി എത്ര കൂടെ കൂടും? 500 കൂടും. അതെങ്ങനെ പറഞ്ഞത്? അഡീഷൻ എബോ 5000 വരുമ്പോൾ എത്ര രൂപ കൂടും? 70. അതെവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ലാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് എത്ര ആവും പറയും? ഇവിടുത്തെ 300, മറ്റേ 370. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും സാധനം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റിലിടും. ഇത്രയും ബ്രാക്കറ്റ് വേണ്ട, ഇതല്ല ബ്രാക്കറ്റ്. ആ മുകളിൽ വരയ്ക്കണം എന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഇത് എന്ത് ചെയ്യണ്ട? എഫക്റ്റ് ചെയ്യണ്ട. 300 പിന്നെ എത്രയും 370. പോൾ സെറ്റ്. യെസ്. സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കൂടും, കാരണം വർക്കിനോട്ടുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ എക്സാമിന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റേഞ്ച് എത്തി ഞങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്ത് എഴുതി മതി. ഇതിനിപ്പോൾ വർക്കിനോട്ട് ഇങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല. ഓക്കേണാ? യെസ്. കൊടുത്താൽ നന്നായി എന്നുള്ളതാണ്. സമയമൊക്കെ പോലെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മതി. അടുത്തേതാണ്? നമ്പർ 3. അപ്പോൾ ഇതിന് ഒരു മെത്തേഡ് പറഞ്ഞിട്ട് ഇതിൻ്റെ ആൻസർ കീ ഇപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ വർക്കിനോട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ടെക്സ്റ്റ് ബുക്കിൽ എന്തില്ല? വർക്കിനോട്ടൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവുക? ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് അതേ ആൻസറുകൾ തന്നെയാണ് കാണുക. സജസ്റ്റഡിൽ മിക്കവാറും അങ്ങനെ കാണുക. അല്ലാത്ത മാറ്റം വരുത്തിയതൊക്കെ ഉണ്ട്. ടെക്സ്റ്റിലെ തെറ്റുകൾ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നത്? ആൻസർ കീയിൽ ഇങ്ങനെയും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? നമുക്ക് ചിലപ്പോൾ തോന്നില്ല ഇത് ഇങ്ങനെ ഈ അസംഷൻ എടുത്തൂടെ, ആ അസംഷൻ എടുത്താലും കുട്ടികൾക്ക് മാർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളുണ്ട്. പക്ഷെ എന്നാൽ എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യണമില്ല. ചിലപ്പോൾ ആ തെറ്റന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഇത് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായ? ഇതിനടുത്ത നമ്പർ 3 ആണ്. അടുത്ത് പറഞ്ഞു. റെൻ്റ് ആൻഡ് റേറ്റ്. ഓ, അങ്ങനത്തെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ? എത്രയാണ് ആ എമൗണ്ട്? എവിടെ നിന്നുള്ള? റുപ്പീസിലല്ലേ? 350 അല്ലേ? ഒന്നും ചെയ്യാല്ല. 350. അടുത്ത 4-മത്തെ പവർ അപ് ടു 3600 വരെ 0.25 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിലൊരു അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? ഉണ്ട്. ഇതെവിടെ? പെർ ഹവറിൽ
ഇടേണ്ട സാധനമാണ്. അപ്പോൾ ഒന്നുകൊണ്ട് മാറ്റി എഴുതിക്കും. പോയിന്റ് ഏതാ? 25.20. വല്ലാത്ത ഓക്കെ അല്ലേ? അപ്പോൾ കുഴപ്പമില്ലല്ലോ. അത് ഇങ്ങോട്ട് വരണം അല്ലേ? അത് അവിടെ കിടക്കണം. അതൊക്കെ ഇങ്ങോട്ട് വരണം. ഏത് 100, 150 ഇവിടുത്തെ അടിയത്തത് അത് അറിയില്ല, നമുക്ക് നോക്കി ചെയ്യാം. അല്ല, ടെക്സ്റ്റിൽ ഒരു ഇങ്ങനെ തന്നെ കൊടുത്ത ടെക്സ്റ്റിലുള്ള പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളതിലുള്ളത്. പക്ഷെ ആൻസറിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെ? അപ്പം നമ്മൾ ആൻസറിലനുസരിച്ച് ക്വസ്റ്റ്യനുകൾ കുറച്ചൊരു വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. പവർ നോക്കാം. 0.25 0.20. ഓക്കെ അല്ലേ? ഒന്ന് പവർ സെറ്റ് ആയിക്കോ. ഏതുവരെയാണ് 0.25 അല്ല 24 25 3600 അല്ലേ? അപ്പോൾ ഇവിടെ 3500 അല്ലേ? അതിന് എത്ര വരാം? 0.25 എത്ര വരും? 875. അപ്പുറത്ത് എത്രയാ? 5000 പറഞ്ഞാൽ പോയി, റേഞ്ച് പോയി. 0.20 വരും. അപ്പം എത്ര വരും പറയടാ? 1000. അടുത്ത എത്രയാ? പക്ഷെ ഇതിൽ 1180 ഉള്ളത്. അപ്റ്റു ആണടാ. ശരി, അപ്റ്റു ആണ്. അപ് ടു ഏതാണ്? 3500 വരെയാണത്. അത് അപ്പോൾ ഇവിടെ 3500 എത്ര വരും? ഇവിടുത്തെ 3500 ഇൻറ്റു എത്ര? ഇൻറ്റു 0.25 എത്ര വരും? 875. പിന്നെ കൊള്ളാലോ. ശരി, ഞാൻ മനസ്സിലായി. ആദ്യത്തേൽ 3500 ഇൻറ്റു എത്രയാണ്? 0.25. ഓക്കെ, അപ്പം 875 വരും. രണ്ടാമത്തേൽ 3600 ഇൻറ്റു 0.25. അപ്പോൾ എത്ര വരും? 900. അടുത്തത് ഇനി എത്ര? 5000ത്തിലേക്കുള്ളത് 1400 ഇൻറ്റു ഏത് റേറ്റാണ്? 0.20. എത്ര വരും? 280. അപ്പോൾ ടോട്ടലാകെ 1180 അല്ലേ? ഓക്കെ, ഇത്രയും സാധനം എന്താണ്? വർക്കിംഗ് ആണ്. 1180. ഇനിയൊരു പണിയാണ്. ഇതേ സാധനം തന്നെ ഇപ്പുറത്ത് വരും. 900 വരും അല്ലേ? ഇനി മറ്റേ എത്ര വരാം? ഇനി അടുത്ത റേഞ്ച് ഏതാ? ഒരു റേഞ്ചുള്ളൂ. അപ്പം ഇനി 3600 കഴിഞ്ഞാൽ ബാക്കി എത്ര യൂണിറ്റ് ഉള്ളത്? 5500 മൈനസ് 3600 എത്ര വരും? 1900 ഇൻറ്റു 0.20 എത്ര വരും? 380. അപ്പോൾ കൂടെ ടോട്ടൽ ചെയ്താൽ എത്ര വരും? 1280. ഓക്കെ, അത്രയും സാധനം വർക്ക് ചെയ്യണോട്ടോ. പവർ കഴിഞ്ഞു. അടുത്തേതാ? 5 കൺസ്യൂമബിൾ സപ്ലൈസ്. ഓക്കെ, ഒന്നും പറയല്ല. 0.24. അതിൻ്റെ സ്ഥാനം എവിടെയുള്ളത്? പെർ ഹവറിലല്ലേ? അപ്പോൾ കറക്റ്റ് അല്ല, മാറ്റങ്ങളൊന്നും പെർ ഹവർ. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരാം? 0.24 ഇൻറ്റു എത്രയാ? 3500 എത്ര വരും? വെറുതെ ചെയ്തു 840. കറക്റ്റാണ് നിങ്ങൾ ചെയ്ത്, അടിപൊളിയാണ്. പിന്നെ അടുത്ത്
1200 പിന്നെ 1000. സൂപ്പർ. വേറെന്താ വിശേഷങ്ങളൊക്കെ? ഹാപ്പി അല്ലേ? ചായ കുടിച്ചല്ലാരും? ചിപ്പി കുടിച്ചല്ലോ. ചിപ്പി കുടിച്ചിട്ടുണ്ട്. ശരിയാണ്. എപ്പോഴാണ് കുടിച്ചേ? 4:30. ഞാൻ അന്ന് സാധാരണ പോണ സ്ഥലത്ത് പോയപ്പോൾ ചോറ് തീർന്നു. സിറ്റിയിൽ ഷട്ടർ ക്ലോസ് ചെയ്ത് 4:45 പോയി. എന്നിട്ട് അപ്പം ആള് പറഞ്ഞ അപ്പുറത്ത് ഇഡ്ഡലി ഉണ്ടാവും. അത് നന്നായി. എൻ്റെ ഞാൻ വൈകിയത് നല്ല ഇഡ്ഡലി. ആ സമയത്ത് തന്നെ ചൂട് സാമ്പാർ, ഒരു മുട്ടയും കഴിച്ചു. കണ്ടോ? ഇന്ന് ഞാൻ പൊളിക്കും. അപ്പോൾ കൺസ്യൂമർ സപ്ലൈ നിങ്ങൾ കണ്ടിട്ട് എത്ര കിട്ടി പറഞ്ഞ്? 840 അല്ലേ? പിന്നെ 1200, 1320. ഓക്കെ. ഒക്കെ ഏതാണ്? പോയിന്റ് ഏതായിരുന്നു? 24 പെർ ഹവർ. ആറാമത്തെ ഏതാ പറയൂ? പവർ കഴിഞ്ഞ് കൺസ്യൂമർ സൂപ്പർവിഷൻ. ഓക്കെ അല്ലേ? സൂപ്പർ വിഷൻ. എത്രയാണ് സൂപ്പർവിഷന്റെ എമൗണ്ട് പറയുന്നത് മക്കളെ? എങ്ങനെ പറയുന്നത്? 2500 വരെ. ഓക്കെ. അപ്പൊ അതിന്റെ വർക്കിംഗ് നോട്ടാണ്. വർക്കിംഗ് നോട്ട് നമ്പർ ഇവിടെ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2 അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 3 ഏതിൻ്റെ? സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട വർക്കിംഗ് നോട്ടാണ് പറയാൻ വന്നത്. ഒന്നുകൂടെ വായിച്ച സൂപ്പർവിഷന് അപ് ടു 2500 ഹവർ വരെ എത്ര? 400. ഓക്കെ അല്ലേ? അത് ആ ഫിക്സഡ് എമൗണ്ടാണ്. അത് എവിടേക്ക് മാറ്റണം? റുപ്പീസിലാണ്. ആദ്യത്തെ കോളത്തിലേക്ക് മാറ്റണം. പെർ യൂണിറ്റ് കോളത്തിലല്ലേ തന്നല്ലോ? ഏറ്റവും റെസ്പോൺസ് ഇല്ലാത്തൊരു ബാച്ച് ഇതന്നെ. ഇത് പെർ യൂണിറ്റിലല്ലേ തന്നിട്ടുള്ള? പെർ ഹവർ ആണ് പെർ യൂണിറ്റ്. അതിലെ തന്നിട്ടുള്ള അല്ല വേണ്ട, ഇങ്ങോട്ട് മാറ്റണം. മാറ്റിയാണ് നിങ്ങൾ മാറ്റും, പക്ഷെ എന്നോട് പറയില്ലല്ലേ? അതാണ് സംഭവം. നേരത്തെ ചോദിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞ? ഉറപ്പിക്കാനായില്ല. അത് പണ്ടാറവരെന്താ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ശ്രദ്ധിക്കും. വർക്കിംഗ് നോട്ട് നമ്പർ 2. അപ്പൊ പറയും അപ് ടു ഏതുവരെ? 2500 വരെ. എത്ര റുപ്യ പറയും? 400. അപ്പൊ എല്ലാത്തിലും ആ 400 വരില്ലേ? ഉണ്ടോ? പിന്നെ അടുത്ത ഏതാ ഇവിടെ റേഞ്ച് പറഞ്ഞത്? ഏതാ? സൂപ്പർവിഷൻ. ഓരോ 600 കൂടുമ്പോഴും അല്ലേ? അപ്പൊ ഇവിടെ ഒരു 600 കൂടും അല്ലേ? അപ്പൊ എത്ര ആവും? എത്ര റുപ്യ 600 കൂടുമ്പോ ഉണ്ടാവുക? 100 റുപ്യ. ഓക്കെ അല്ലേ? അപ്പൊ 2500 എല്ലായിടത്തും 600 കൂടില്ലേ? പിന്നെ 2500 പ്ലസ് 600 അപ്പൊ എത്രയായി? 3,100. വീണ്ടും 600 കൂടും അവിടെ? ഇല്ല. അപ്പൊ ആ റേഞ്ചിന്റെ ഉള്ളിൽ എന്നല്ലേ പറഞ്ഞല്ലേ? അപ്പൊ ആ റേഞ്ചിൽ നമുക്കൊരു 600, 400 ഇവിടെ കൂടുന്നുള്ളൂ. ഓക്കെ. പക്ഷെ അതിന് എത്ര റുപ്യ എടുക്കാം? നമുക്ക് 100 എടുക്കാം. അപ്പൊ ഞാൻ അടുത്തൊരു പ്രശ്നം. ഇപ്പുറത്ത് എത്ര കൂടുക? 400 ഓർ ഏതാണ്? 600. കുഴപ്പമില്ലല്ലോ. ഇവിടെ എത്ര കൂടും? 100. പിന്നെ എത്ര വരും? 100. ഇപ്പൊ ടോട്ടൽ എത്രയായി? 600. 2500 പ്ലസ് 600 3,100 പ്ലസ് 600 3,700. ഇനി ഒരു 600 കൂടിയ 4,300 അല്ലേ? ഒരു 600 കൂടിയ 4,300. 4,300 പിന്നെ ഒരു 600 കൂടി കൂടിയാൽ 4,900. ഓക്കെ അല്ലേ? അതിനൊക്കെ എത്ര റുപ്യ വെച്ച് കയറും? 100 100 100 100. ശരിയല്ലേ? തെറ്റിൻ്റെ? ഓക്കെ. എത്രയായി മൊത്തം? 4,900. ഇനി 4,900 മുകളിൽ അഡീഷണൽ ഇപ്പോൾ 4,900 വരുമ്പോൾ എത്ര? 150 അഡീഷൻ എപ്പോൾ അങ്ങനെ ഉള്ളൂ. 4,900 വരുന്നത് ഏതിലാണ്? രണ്ടോടത്തും ഒരേപോലെ വരും അപ്പോൾ അല്ലേ?
ഇവിടെ എന്ത് വരും? ഇവിടെ എത്ര ഇനി കൂടാ? 100 കൂടും. അപ്പോഴും ഇവിടെ 100 എടുക്കും. മറ്റടുത്ത് എത്ര കൂടുക? 150. പിന്നെ മറ്റടുത്ത് എത്ര കൂടാ? 590. എത്ര? 600 കൂടും. അപ്പോഴും എത്ര എടുക്കുക? 150 എടുക്കുക. ഓക്കെ അല്ലേ? എത്ര ഇവിടെ വരാം? 600. മറ്റേല് 950. അപ്പുറത്തും 950. ഓക്കെ അല്ലേ? യെസ്, ഇത്ര ഉള്ളൂ. ഇതുകൊണ്ടിട്ട് ഇവിടെ എഴുതണം 600 950. അടുത്ത സാധനം പോകണം. പിന്നെ പേജിന് ക്ഷാമല്ലാത്ത ഏഴാമത്തെ ഏതാ? ഡിപ്രീസിയേഷൻ അപ് ടു ഏതാണ്? 5000 ഹവേഴ്സ് അതിൻ്റെ എബോ 5000 ആണെങ്കിൽ എത്ര വെച്ച് കൂടുണ്ട്? ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ അപ് ടു 5000 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാണ്. അപ് ടു വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3 അല്ലേ? അപ്പോൾ 4 അപ് ടു ഏതാ? 5000 ഹവേഴ്സ്. 3500 അപ് ടു 5000 അല്ലേ? ഇതിൻ്റെ എമൗണ്ട് എവിടെ എഴുതിയിട്ടുള്ളത്? കറക്റ്റ് ആക്കിയില്ല, നിങ്ങളാക്കിയ എവിടെ ആക്കിയിട്ടുള്ളത്? ഫസ്റ്റ് കോളത്തിലല്ലേ? റുപ്പീസ് കോളത്തിലല്ലേ? ഓക്കെ, കറക്റ്റ് തന്നെ. അതിൽ തന്നെയല്ലേ ഉള്ളത് നിലവിൽ? അപ്പുറത്തെ. അപ്പോൾ കുഴപ്പമില്ല, മാറ്റി. നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ നീ പറയണോ? അപ്പം 5000-ന് എത്ര എമൗണ്ട് വരാം? 650. ഇവിടെ 650 വരില്ലേ? പിന്നെ 5000-ന്റെ മുകളിൽ വരുമ്പോൾ എത്ര വരും? 820. ഇതിലുണ്ടോ? ഫസ്റ്റത്തേലില്ല, രണ്ടില്ല, ലാസ്റ്റ് മാത്രം 820. അപ്പോൾ ആദ്യത്തേൽ എത്ര വരും? 650. രണ്ടാമത്തേൽ എത്ര വരും? 650. പിന്നെ എത്ര വരും? അപ് ടു 5000 അവർ 650. പിന്നെ എബോ 5000 അവർ ആൻഡ് അപ് ടു 6500 വരെ 820. പക്ഷെ ഇവർ 820 ഏത് മാത്രം എടുത്തിട്ടുള്ളൂ? ആ 820 ഇങ്ങനെ എടുത്തുള്ളത്. 5000-ന്റെ മുകളിലാണെങ്കിൽ എത്ര എന്നാ എടുത്തുള്ളത്? 820 എടുത്തുള്ളത്. മനസ്സിലായ? ഏതെടുത്തിട്ട് ചെയ്യുക? 650 എടുത്തിട്ടില്ല. അപ്പോൾ തൊട്ട് മുൻപ് നമ്മൾ അങ്ങനെയല്ലോ ഫോളോ ചെയ്ത്. ആ തൊട്ട് മുൻപത്തെ പറച്ചിലും ഈ പറച്ചിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഫോർ എക്സാമ്പിൾ സൂപ്പർവിഷന്റെ പറച്ചിൽ എങ്ങനെ? അപ് ടു 2500 എത്രയാണ്? 400 അല്ലേ? പിന്നെ അഡീഷണൽ ഫോർ ഈച്ച് എക്സ്ട്രാ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അവര്. ക്ലിയർ? ഞാൻ ഇതിന്റെ മുൻപ് നമ്മൾ ചെയ്തതാണ് പവർ അപ് ടു 3600 വരെ എത്രയാണ്? 0.25. 4 ഹവേഴ്സ് എബോ 3600-ന് മുകളിലാണെങ്കിൽ എത്രയാണ്? 0. ഓക്കെ അല്ലേ? എന്നിപ്പോ ഏതാണ് ഡിപ്രീസിയേഷന്റെ അവസ്ഥ എങ്ങനെയാ? അപ് ടു 5000 അവർ ആണെങ്കിൽ എത്ര രൂപ? 650. 5000-ന്റെ മുകളിലാണെങ്കിൽ എന്താ? 820. അപ്പൊ ഏത് എടുക്കേണ്ടതില്ല ഇവിടെ? ഓക്കെ അല്ലേ? യെസ്, ഏത് മാത്രം എടുത്താൽ മതി? 820 മാത്രം. അപ്പൊ എഴുതാണ് 650. പിന്നെ എത്ര? 820. എട്ടാമത്തെ ഏതാ? ക്ലീനിങ്. പറയട്ടെ, എത്രയാണ് ക്ലീനിങ്? അത് നേരത്തെ പറഞ്ഞ അപ് ടു 4000 ആണ്. 4000 പറയുമ്പോൾ 3600 പറയുമ്പോൾ എത്ര? അപ് ടു 4000 എത്ര വരും? 60 എടുക്കുക. പിന്നെ 4000 എബോ എന്ന് പറഞ്ഞാൽ എത്ര എടുക്കുക? 80. പിന്നെ ഏതാ? 80. ഓക്കെ അല്ലേ? യെസ്, കഴിഞ്ഞു. 8 കഴിഞ്ഞ് ലാസ്റ്റ് അല്ലേ 9. ഏതാ? ഹീറ്റിംഗ് ആൻഡ് ഏതാണ്? ഹീറ്റ് ആൻഡ് ലൈറ്റിംഗ് ആണ്. എത്ര വരുന്നത്? 2100 ഹവർ ടു 3600 ഹവർ വരെ 120. 3500 ഹവർ ടു എത്രയാണ്? 5000 ഹവർ എത്രയാ? 150. എബോ 5000 എത്രയാണ്? 175 ഹീറ്റിംഗ്. ഓക്കെ അല്ലേ? യെസ്. ഫസ്റ്റത്തെ 120, 150, 175. അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ്? 2 3500 പറയുമ്പോൾ എത്ര വരും? 120 വരും. രണ്ടാമത്തെ 3500-ന്റെ 5000-ന്റെ ഇടയിൽ വിടണം. അപ്പോൾ എത്ര വരും? 150 വരും. പിന്നെ എബോ 5000 ഉള്ളത് എത്രയാണ്? 175 വരും. കഴിഞ്ഞു. ടോട്ടൽ ചെയ്ത് വരും.
ടോട്ടൽ ചെയ്താൽ താഴത്തോട്ട് കുറേ പോകണം. ഇനി വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. ഒന്ന് ടോട്ടൽ ചെയ്തേ. ടോട്ടൽ ചെയ്യുമ്പോൾ ഉണ്ടാവരുത്. ഓക്കെ അല്ലേ? ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് വർക്കിംഗ് നോട്ടാട്ടോ. ഇത് വർക്കിംഗ് നോട്ടാണ്. ഇനി ഇത് വർക്കിംഗ് നോട്ടാണ്. അല്ലാത്ത ആഡ് ചെയ്തോ. 70% ആഡ് ചെയ്തോ. 1400 പ്ലസ് 205 പ്ലസ് 350 875 840 600 650 600 120 5 100. അടുത്ത അടിയിൽ നിന്ന് പോയിക്കോ. 150 80 650 950 1200 350 1180 300 2000 6000. അടുത്ത 175 80 820 950 1320 1280 350 370 2200 7000. ക്വസ്റ്റ്യൻ വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? യെസ്. എന്താ ആവശ്യപ്പെട്ടുള്ളത്? ഹവേർലി റേറ്റ് കാണാൻ പറഞ്ഞത്. സിമ്പിൾ അല്ലേ? അല്ലേ? നമ്പർ 2 ഏതാണ്? ഡിറ്റർമിൻ ഹവേർലി ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. അപ്പോൾ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് 3 കോളം ഉണ്ടാവും അല്ലേ? ഒന്ന് എത്രയാണ്? 3500 അവേഴ്സിൻ്റെ. പിന്നെ എത്രയാ? അല്ല വേണ്ട, 70%, 100%, പിന്നെ 110%. എന്നിട്ട് ഇതിൻ്റെ ഓവർ ഹെഡ് ഇവിടെ ടോട്ടലില്ലേ, ആ സാധനം എടുക്കുക. 5 100 68 60 എഴുതുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ എത്രയാണ്? 3500. മറ്റടുത്ത് 5000. പിന്നെ എത്ര? 5500. 68 60 പിന്നെ 5 100 എത്ര വരും? 1.4. അടുത്ത് 1.37. 1.37. 2 1 ആ ഡിനോമിനേറ്ററും കൂടി ഉണ്ടാവും. അപ്പോൾ അതാണത് പെർ ഹവർ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിലെ മാറ്റങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ല ഇപ്പം എല്ലാം? ഇത് മാത്രമേ നമ്മൾ വിട്ടണ്ടുള്ളൂ അല്ലേ? അല്ലേ? അല്ലെങ്കിൽ 650 കൊണ്ട് വരണ്ടേ? ശരിയാക്കി അല്ലല്ലോ? ഷുവർ?